പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. കേരളത്തിൽ എത്ര ശതമാനം വോട്ട് രേഖപ്പെടുത്തി, അതിൻ്റെ പാറ്റേൺ എന്തായിരുന്നു എന്നുള്ളത്. സത്യത്തിൽ കേരളത്തിൽ SIRന് ശേഷം വോട്ടിംഗ് പെർസെൻറ്റേജിൽ പ്രബലമായൊരു വർധനവ് വന്നോ? ഇല്ല എന്ന് വേണം കരുതാൻ. 1-2 ശതമാനത്തിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ചില ശക്തമായ പ്രശ്നങ്ങളല്ല, വ്യതിയാനങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായത്, ഒന്ന്, ന്യൂനപക്ഷ മേഖലകളിൽ SIRന് ശേഷം പൗരത്വം നഷ്ടപ്പെടുമോ എന്നൊരു ഭീതി കാരണം മുസ്ലിം ജനവിഭാഗങ്ങൾ ഒന്നാകെ വന്ന് വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്. അത് വ്യക്തമായും UDFന് മാത്രം ഗുണം ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് എന്നാണ് ഈ UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവചന വിദഗ്ധരൊക്കെ നിരീക്ഷിച്ചു വച്ചിട്ടുള്ളത്. അത് തെറ്റാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് 100% ശരിയാണ്. അവർ മുസ്ലിം ലീഗ് വളരെ ശക്തമായിട്ട് അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വോട്ടർമാരെ ചേർക്കുന്നതിനും അവരെ കൊണ്ട് കൃത്യമായിട്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതിനും ശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള ഗുണം അവർക്ക് അവിടെ ഉണ്ടാവും. അവരവിടെ മികച്ച വിജയം തന്നെ നേടുകയും ചെയ്യും. 2 സീറ്റിൽ അല്ലെങ്കിൽ മാക്സിമം 3 സീറ്റിൽ LDF അവിടെ ഒതുങ്ങും. അത് ഒരു വസ്തുത തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കാതെ നിവൃത്തിയില്ല. മറിച്ച് ഉത്തര മലബാറിൽ ഒന്നാകെ മുസ്ലിം ജനവിഭാഗം UDFന് മാത്രമാണ് വോട്ട് ചെയ്തത് എന്ന വിധത്തിൽ കൺക്ലൂഷനിൽ, നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിനോളം വിഡ്ഢിത്തരം നിറഞ്ഞ ഒരു നിഗമനമില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നെ ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വർധനവുണ്ടായി. പക്ഷേ SIR അനുസരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ 71 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടുകളുടെ എണ്ണം കഴിഞ്ഞ തവണത്തേക്കാൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അത് UDFൻ്റെ കുത്തക തൂത്തുവാരുമെന്നൊക്കെ സതീശൻ വീമ്പിളക്കുന്ന എറണാകുളം ജില്ലയിൽ, പ്രത്യേകിച്ച് VD സതീശൻ്റെ മണ്ഡലത്തിൽ ഏകദേശം 6000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. എറണാകുളം ടൗൺ നിയമസഭാ മണ്ഡലത്തിൽ 3000 വോട്ട്. ഇങ്ങനെ അത് 71 മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നത്? അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ പറയാൻ ഒക്കൂ. ബാക്കി മെയ് 4-ന് ശേഷം നമുക്ക് നേരിട്ട് അനുഭവിക്കാം, നേരിട്ട് കാണാം. ആ കാഴ്ചയ്ക്ക് ശേഷം VD സതീശൻ, CPMൻ്റെ നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ വനവാസത്തിനൊന്നും പോകണ്ട, താങ്കളുടെ കുറെ പൊട്ടത്തരങ്ങൾ തിരുത്തിയാൽ മതി. താങ്കളെപ്പോലുള്ള കോൺഗ്രസ്സുകാർ കേരളത്തിന് ആവശ്യമാണ്. പക്ഷേ താങ്കൾ ഇപ്പോൾ ഒരു തെറ്റായ ദിശയിലാണ്. അഹങ്കാരവും വിഡ്ഢിത്തവും ഒക്കെ നിർലോഭം വെച്ച് വിളമ്പുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ അല്ല കേരളത്തിന് ആവശ്യം. പക്വതയാർന്ന ഒരു പ്രതിപക്ഷ നേതാവായി അടുത്ത തവണയും തുടരൂ. ഭാവിയിലെങ്കിലും നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവൂ. നന്ദി, നമസ്കാരം.